അതേസമയം കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളി. ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ എന്ന ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ ഇരിക്കവെയാണ് മോദി ട്രംപ് ഫോൺ സംഭാഷണം നടന്നത്. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത് അമേരിക്കയുടെ ഇടപെടലാണെന്ന വാദങ്ങൾ തള്ളിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റിനോട് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ചത്. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച്. സൈനിക ചാനൽ വഴിയായിരുന്നു ആ ചർച്ചകൾ. വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നിൽ അമേരിക്കയുടെ മധ്യസ്ഥ ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞു. प्रधानमंत्री मोदी ने जोर देकर कहा कि भारत ने न तो कभी मध्यस्थता स्वीकार की थी, न करता है और न ही कभी करेगा. ഇന്ത്യ ഒരിക്കലും മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ല. ഇന്ത്യ പാക് വിഷയത്തിൽ രാജ്യത്തിനകത്ത് രാഷ്ട്രീയ ഐക്യമുണ്ടെന്നും നരേന്ദ്രമോദി. പാകിസ്ഥാന്റെ ഓരോ വെടിയുണ്ടകൾക്ക് ഓരോ ഷെൽ എന്ന രീതിയിൽ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി. 35 മിനിറ്റോളമായിരുന്നു നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഫോൺ സംഭാഷണം. ഇന്ന് US പ്രസിഡന്റുമായി പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നയം പ്രധാനമന്ത്രി ട്രംപിനെ അറിയിച്ചത്. G7 ഉച്ചകോടിയിൽ നിന്ന് US പ്രസിഡന്റ് ട്രംപ് നേരത്തെ മടങ്ങിയതോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കാതെ പോയത്. R. അച്യുതൻ, 24, ഡൽഹി.